ജാൻമണി മീഡിയ അറ്റൻഷൻ കുറച്ച് കൂടുതൽ കിട്ടിയപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ടത് ഒന്നും അറിയാതെ വായിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്. സോഷ്യൽ മീഡിയയിൽ തെറ്റായ കാര്യം പറഞ്ഞ് പ്രധാനമന്ത്രിയെ ഡിഫെയിം ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ചിലർ അനുകൂലിക്കാം, ചിലർ അതിനെ അനുകൂലിക്കാതിരിക്കാം. എന്തായാലും പറഞ്ഞതൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാനോ എതിർക്കാനോ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ വെറുക്കാനോ മഹത്വവൽക്കരിക്കാനോ ഒന്നും വേണ്ടിയല്ല. പക്ഷെ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തമായി വിമർശിക്കാം, സർക്കാരിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാം, സാമ്പത്തിക നയങ്ങളെയും വിദേശ നയത്തെയും വികസനത്തെയും കുറിച്ച് എല്ലാം നിങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കാം. കാരണം അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പേരിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തെയോ വ്യക്തി ജീവിതത്തെയോ ലക്ഷ്യമിട്ട് തെളിവില്ലാത്ത, അതുപോലെ തന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായ ആരോപണങ്ങളോ അധിക്ഷേപങ്ങളോ ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അതൊരിക്കലും രാഷ്ട്രീയ വിമർശനമല്ല, അത് വ്യക്തിപരമായ ആക്രമണമാണ്. നമ്മൾ ആരെയെങ്കിലും എതിർക്കുമ്പോൾ അവരുടെ നയങ്ങളെയോ തീരുമാനങ്ങളെയോ മാത്രം എതിർക്കണം, അവരുടെ കുടുംബത്തെയല്ല. ഇവിടെ ഇപ്പം ജാൻമണി പറഞ്ഞിരിക്കുന്നത് സ്ത്രീത്വത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അപമാനിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും. കൂടാതെ തന്നെ വായിൽ തമ്പാക്ക് വെക്കുന്നു, കിളവൻ, അവൻ, ഇവൻ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇഷ്ടമല്ല, ഓക്കെ, ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി പറയാം, അല്ലാതെ വ്യക്തി ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ പറയുന്നത്, അതും തെറ്റായ കാര്യങ്ങൾ. ഇന്നിപ്പം മോദിയെ പറ്റി പറഞ്ഞു, നാളെ മറ്റൊരു പ്രധാനമന്ത്രിയാവാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാം. ഇതുപോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് ശരിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വാക്ക് പറയാൻ കുറച്ച് സെക്കൻഡുകൾ മതി, പക്ഷേ ആ വാക്കുകൾ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വർഷങ്ങളോളം തന്നെ നീണ്ടു നിൽക്കും. അതിനുശേഷം മാപ്പൊക്കെ പറഞ്ഞു വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഏതായാലും രണ്ട് വിഭാഗമുണ്ട്, ഏത് കാര്യത്തിലും രണ്ട് വിഭാഗം ഉണ്ടാവുമല്ലോ. ജാൻമണിയുടെ പരാമർശത്തെ ശക്തമായി എതിർക്കുന്നവരും ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഏതായാലും വിമർശനം രാഷ്ട്രീയത്തിലാകണം. ഏതായാലും സപ്പോർട്ട് ചെയ്യുന്നവരെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എന്തിനാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഏത് കാര്യം വരുമ്പോഴും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, ഓരോരോ കാര്യങ്ങൾക്ക് മാത്രമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് എന്തും പറയാനുള്ള ലൈസൻസ് അല്ല, അതിനൊപ്പം ഉത്തരവാദിത്വവും ഉണ്ട്. നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതേ ജനാധിപത്യം തന്നെ മറ്റൊരാളുടെ അന്തസ്സിനെയും ബഹുമാനത്തെയും സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. ആരെ പറ്റിയും എന്ത് പറയുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അല്ലേ? ഈ പറഞ്ഞത് എന്താണ് ജാൻമണി? പ്രധാനമന്ത്രിയുടെ അമ്മയെ വരെ മോശമായി പറയുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരു ഇതുമില്ലാതെ അവൻ, ഇവൻ, കിളവൻ എന്നൊക്കെ വിളിക്കുന്നത് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു വിചാരമുണ്ടോ? ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് അധിക്ഷേപങ്ങളല്ല, വസ്തുതകളും മാന്യമായ സംവാദങ്ങളും ഒക്കെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. അല്ലാതെ ഇതുപോലെയുള്ള ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത്ര നല്ലതാണോ? പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു മാപ്പും കൊണ്ടുവന്ന് ചെറിയൊരു വീഡിയോ ഇറക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ മായ്ച്ചു കളയാൻ പറ്റുമോ? ഇന്നൊരാൾ ഇതുപോലെ പറയുമ്പോൾ നാളെ ഇതിനെ നമ്മൾ ശക്തമായി എതിർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തക്കതായ ശിക്ഷ കൊടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ എന്തും പറയാം, സമൂഹത്തിൽ ആരെ പറ്റിയും എന്തും പറയാം എന്നുള്ളൊരു ചിന്തയല്ലേ. കാരണം ഇത് അവിടെ ഇവിടെയുള്ള ഒരാളെ പറ്റിയല്ല പറഞ്ഞത്, ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ പറ്റിയാണ്. പലർക്കും അതുപോലുള്ള രാഷ്ട്രീയം ഇഷ്ടമല്ല, അതുപോലെയുള്ള ഒരു വ്യക്തിയെ ഇഷ്ടമല്ല, ഓക്കെ, അതിനെപ്പറ്റി പറയുക. രാഷ്ട്രീയ നേതാക്കളെയൊക്കെ എത്ര കടുത്ത രീതിയിൽ വേണമെങ്കിലും നമുക്കൊക്കെ വിമർശിക്കാൻ പറ്റുമോ? അത് രാഷ്ട്രീയ നേതാക്കളെന്ന് മാത്രമല്ല, ഒരു സാധാരണക്കാരനെ ആയാൽ പോലും ഇതേ ഭാഷ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വിമർശിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ? കാരണം നമ്മുടെ അച്ഛനെയും അമ്മയും ഒക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചുപോയ അച്ഛൻ്റെ വർഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മ ആ സമയത്ത് ഗർഭിണി ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര വലിയ വിമർശനമാണ് ജാൻമണി തൊടുത്തു വിട്ടത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ലേ? പക്ഷേ രാഷ്ട്രീയമായതുകൊണ്ട് ചില ആളുകൾ ജാൻമണി പറഞ്ഞത് ശരിയാ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നുണ്ടാവാം. അവരെ പറ്റിയൊക്കെ എന്ത് പറയാൻ? പണ്ടത്തെ പോലെ ഒരു കാര്യം വന്നിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മൈക്കിൽ വരുന്ന് പറയുന്നത് പോലെയല്ല. ഇപ്പോൾ പൊതുസമൂഹത്തിൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ ഒരു നിമിഷം മതി സ്പ്രെഡായി ലോകം മുഴുവനും അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ പറ്റി പറയുമ്പോൾ ആ വാക്കിനൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്, അല്ലാതെ വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയാൻ പറ്റില്ല. ഒരാളുടെ ജനനം, കുടുംബം, വ്യക്തിപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ഇതുപോലെ വന്ന് വിളിച്ചു പറയുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ്.
സർക്കാരിൻ്റെ നയങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാം. അതുപോലെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇതെല്ലാം ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വാക്കുകൾ, ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും പ്രധാനമന്ത്രിയെ അംഗീകരിക്കണോ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവാം. ആരും അങ്ങനല്ല പറഞ്ഞത്. പ്രധാനമന്ത്രിയെ ഇഷ്ടമുള്ളവർക്ക് അംഗീകരിക്കാം. അതുപോലെ തന്നെ രാഷ്ട്രീയം അംഗീകരിക്കാം. കാരണം എല്ലാവർക്കും അവർക്കെതിരെ അദ്ദേഹം ചെയ്യുന്നത് ശരിയല്ല, അല്ലെ അദ്ദേഹത്തിൻ്റെ ഭരണം ശരിയല്ല, ഇതൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവാം. എന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണ് എന്ന് സമ്മതിക്കുന്നത് ആരായിരിക്കാം? ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ചെറിയ കാലം മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ പ്രധാനമന്ത്രി കൂടി ആവുമ്പോൾ റെസ്പെക്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അവൻ, ഇവൻ, അതുപോലെ തമ്പാക്ക് വെച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നു. അയാളുടെ ഫ്രണ്ട്സ് ആരാണ്? അവൻ്റെ ഫ്രണ്ട്സ് ആരാണ്? ഇതൊക്കെയാണ് ജാൻമണി പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത്. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ജാൻമണി പ്രധാനമന്ത്രിയുടെ അച്ഛൻ മരിച്ചതും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജനിച്ച വർഷവും ഒക്കെ കണക്ക് കൂട്ടിയൊക്കെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ കണക്കൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ വ്യക്തമായി ഭദ്രമായിട്ടുണ്ട്. പോരെ? സ്വന്തം ജനന കണക്കും സ്വന്തം അച്ഛൻ മരിച്ച കണക്കൊക്കെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമല്ലോ. ജാൻമണി ഇതൊക്കെ ആലോചിച്ചിട്ട് ജാൻമണി ബുദ്ധിമുട്ടുന്നത്. ജാൻമണിയുടെ എല്ലാ കാര്യവും വളരെ കറക്റ്റാണല്ലോ അല്ലേ? കാരണം പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെയാണ് ജാൻമണി ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിതൃത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും വലിയ മോശക്കാരിയാവുന്നത് ആരാണ്? പ്രധാനമന്ത്രിയുടെ അമ്മ. ഏതായാലും ജാൻമണി ഒരു സ്ത്രീയാവാൻ വേണ്ടി വല്ലാതെ പാടുപെടുന്നുണ്ട്. എന്നിട്ടൊരു സ്ത്രീയെ തന്നെ ഇത്രത്തോളം അപമാനിക്കാൻ ഉള്ള മനസ്സ് ആരും കാണാതെ പോവരുത് അല്ലേ? നിങ്ങൾക്കും തോന്നുന്നില്ലേ? ഏതായാലും ജാൻമണിയെ സപ്പോർട്ട് ചെയ്യാത്തവർക്കത് മനസ്സിലാവും. സാരിയൊക്കെ ഉടുത്ത് എങ്ങനെയെങ്കിലും പെണ്ണാവണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണല്ലോ ജാൻമണി. അപ്പോൾ പെണ്ണിനോട് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചിന്തിച്ചവർക്ക് തെറ്റി. കാരണം അതൊരു വേഷഭൂഷാദികളിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ മനസ്സ് അങ്ങനെയല്ലെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം അല്ല എങ്കിൽ ഒരാൾക്ക് ഇതുപോലെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ ഇതുപോലെ അപമാനിക്കുമ്പോൾ പിന്നെ എന്ത് പറയാനാണ്? ഏതായാലും ജാൻമണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യക്കാരിയായ ജാൻമണി പ്രധാനമന്ത്രിയെ വിമർശിക്കുകയല്ല ചെയ്തത്, ആക്ഷേപിക്കുകയാണ് ചെയ്തത്.